ഹായ് സുന്ദരീസ്, വെൽക്കം ബാക്ക്. പൂ പോലെ മൃദുലമായ പാടുകളൊന്നുമില്ലാത്ത ചർമ്മം എല്ലാ പെൺകുട്ടികളുടെയും സ്വപ്നമായിരിക്കും. ഈ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി ദിവസേന നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നു. അതിൽ മുഖ്യമായ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് സ്കിൻ ടോണറുകൾ. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രോഡക്റ്റ് തന്നെയാണ് സ്കിൻ ടോണറുകൾ. അപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സ്കിൻ ടോണറിൽ മെയിൻ കണ്ടൻറ്റ് ആൽക്കഹോൾ തന്നെയാണ്. ഈ ആൽക്കഹോൾ നമ്മുടെ ചർമ്മത്തിൻ്റെ pHൻ്റെ ലെവല് കുറയ്ക്കാനായിട്ട്, pH ലെവൽ സന്തുലിതാവസ്ഥയിലാക്കാനായിട്ടുള്ളൊരു കഴിവുള്ള ഒരു കണ്ടൻറ്റാണ്. അപ്പോൾ നമുക്ക് ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റ് ഇല്ലാത്ത നാച്ചുറലായിട്ട് വീട്ടിൽ വെച്ചിട്ടൊരു സ്കിൻ ടോണർ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. മുഖ സൗന്ദര്യ പരിപാലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടോണറുകൾ. മുഖം ഡെയിലി ക്ലെൻസ് ചെയ്തതിന് ശേഷം നിർബന്ധമായും ഒരു ടോണർ ഉപയോഗിക്കണം. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആൽക്കഹോൾ കണ്ടൻറ്റുള്ള ടോണറുകൾ നമ്മൾക്ക് ഒഴിവാക്കാം. പ്രകൃതിദത്ത ചേരുവകൾ കൂട്ടി യോജിപ്പിച്ച് നമ്മൾക്കൊരു ടോണർ ഇന്ന് തയ്യാറാക്കാം. ഇന്ന് നമ്മളുടെ സ്കിൻ കെയർ ചലഞ്ച് ഡേ 6 ആണ്. ഇന്ന് നമ്മൾ ഒരു പ്രകൃതിദത്ത ടോണറാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കുന്നത്. ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഏകദേശം വലിയ 2 തണ്ട് കറ്റാർ വാഴ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 വശത്തെയും മുള്ള് നീക്കിയ ശേഷം പരന്ന ഭാഗം നോക്കി സ്കിന്ന് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഒരു സ്പൂണോ ഉപയോഗിച്ച് ജെല്ല് സ്കൂപ്പ് ഔട്ട് ചെയ്യുക. കറ്റാർ വാഴ വരണ്ട ചർമ്മത്തെ ശമിപ്പിക്കാൻ സഹായിക്കുന്ന ചർമ്മ സംരക്ഷണ ചേരുവയാണ്. കറ്റാർ വാഴ ചർമ്മത്തിന് മതിയായ ഈർപ്പം പകരുന്നു. ഒപ്പം സൂര്യതാപം മൂലം ഉണ്ടാകുന്ന തിണർപ്പ്, പൊള്ളൽ തുടങ്ങിയ ചർമ്മ പ്രശ്നങ്ങൾ അകറ്റാനും സഹായിക്കുന്ന ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ കറ്റാർ വാഴ. കറ്റാർ വാഴ നമ്മുടെ എയർലി സ്കിൻ സൈൻസ് ഒക്കെ കുറയ്ക്കാനായിട്ടും സ്കിന്നിനെ നല്ല ടൈറ്റാക്കി വെക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെയാണ്. ജെല്ലൊക്കെ നന്നായിട്ടൊന്ന് സ്കൂപ്പ് ഔട്ട് ചെയ്ത് എടുക്കണം. എല്ലാ ചർമ്മക്കാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റാണ് കറ്റാർ വാഴ. അധികം പരിചരണമൊന്നുമില്ലാതെ തന്നെ നമ്മുടെ വീട്ടിലെ പൂന്തോട്ടത്തിൽ നമുക്ക് നട്ട് വളർത്താവുന്നതേ ഉള്ളൂ ഈ ചെടി. വളരെയധികം സൗന്ദര്യ സംരക്ഷണത്തെ സഹായിക്കുന്ന ഒരു വീട്ടിലുള്ള ഒരു സസ്യം കൂടെയാണ് നമ്മുടെ കറ്റാർ വാഴ. ഈ സ്കൂപ്പ് ഔട്ട് ചെയ്ത ജെല്ല് നന്നായിട്ടൊന്ന് ലിക്വിഡ് ഫോമിലാക്കി എടുക്കാൻ വേണ്ടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരു ബ്ലെൻഡറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ഗ്ലിസറിൻ. എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും അല്ലെങ്കിൽ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പുകളിലും നമ്മൾക്ക് ഗ്ലിസറിൻ വാങ്ങാൻ കിട്ടും. അപ്പം ഒട്ടുമിക്ക എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുവിലും ഗ്ലിസറിൻ ഒരു മെയിൻ കണ്ടൻറ്റ് തന്നെയാണ്. ഗ്ലിസറിൻ നമ്മുടെ ചർമ്മത്തെ വരൾച്ചയിൽ നിന്നും സഹായിക്കുന്നു, വരണ്ട് പൊട്ടുന്നതിൽ നിന്ന് തടയുന്നു. പിന്നീട് നമുക്ക് ആവശ്യം ഒരു റോസാപ്പൂ ഇട്ട് തിളപ്പിച്ച 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച വാട്ടറാണ്. ഏകദേശം 1 സ്പൂണോളം ഗ്ലിസറിൻ ഞാൻ കറ്റാർ വാഴ ജെല്ലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് 15 ml റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ റോസാപ്പൂ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന റോസ് വാട്ടർ ഉപയോഗിച്ചാലും മതി. നമ്മൾ വളരെയധികം നാച്ചുറലായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് റോസാപ്പൂ ഇട്ട വെള്ളം തന്നെ ഞാൻ എടുത്തത്. ഇനി നമുക്ക് ഒരു ബോട്ടിലിലേക്ക് ഈ മിശ്രിതം മാറ്റാം. നന്നായിട്ട് ഷേക്ക് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഏകദേശം 3 ആഴ്ച വരെ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് ഇത് കേടാകാതെ തന്നെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 3 മാസം വരെയും കേടുകൂടാതെ ഇരിക്കും.
നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് എല്ലാ ദിവസവും യൂസ് ചെയ്യാം. ടോണർ ഉപയോഗിക്കുന്നതിന് മുമ്പേ നമ്മളൊരു ക്ലെൻസർ ഉപയോഗിച്ച് നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്യണം. അപ്പം ക്ലെൻസർ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് ഉപയോഗിക്കേണ്ട. നമ്മളുടെ വീട്ടിലുള്ള റോ മിൽക്ക്, പാലും അതേപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ ഫേസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് എടുക്കാം. അതിനായിട്ട് ഞാൻ 2 സ്പൂണ് പാല് എടുത്തിട്ടുണ്ട്. തിളപ്പിക്കാത്ത പാലാണ്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ മിശ്രിതം ഒരു കോട്ടൺ ബോളിലേക്ക് ടിപ്പ് ചെയ്ത് ഫേസിലൊക്കെ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് എടുക്കുക. പാല് നമ്മുടെ ചർമ്മകോശത്തെ മൃദുവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഉപ്പ് ബാക്ടീരിയയും ഫംഗലൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ, മുഖക്കുരു പോലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോകാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സ്കിൻ ടോണറുകളുടെ അമിത ഉപയോഗം മൂലം നമ്മുടെ സ്കിന്നൊക്കെ വരണ്ട് പൊട്ടാകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. പ്രകൃതിദത്തമായി ഉപയോഗിക്കുന്ന ഈ ടോണർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചർമ്മസുഷിരത്തിൽ നിന്നും അവശേഷിക്കുന്ന എണ്ണ, അഴുക്ക്, മാലിന്യങ്ങൾ അല്ലെങ്കിൽ ബാക്ടീരിയ എന്നിവ ഇതിന് നീക്കം ചെയ്യാനാവും. ഒരു ടോണർ ഉപയോഗത്തിലൂടെ 2 തവണ ഫേസ് വൃത്തിയാക്കുന്ന എഫക്റ്റ് നമുക്ക് കിട്ടും. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ടോണറിൻ്റെ ഉപയോഗം മൂലം ഫേസിന് ചുവന്ന പാടുകളോ തടുപ്പുകളോ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പ്രകൃതിദത്ത ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ നമ്മളുടെ ഈ ടോണർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചർമ്മത്തെ, കോശങ്ങളെ ഒരു കേടുപാടുകൾ പോലും ഉണ്ടാക്കാതെ വൃത്തിയാക്കാൻ നമുക്ക് സാധിക്കും. നാച്ചുറലായിട്ട് സ്കിൻ ടോണാക്കി വയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടോണർ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു ടിപ്പുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.